ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ ഒരു ആപ്പിൾ മിൽക്ക് ഷേക്കാട്ടോ. പാലും ആപ്പിളും വെച്ചിട്ട് നല്ലൊരു മിൽക്ക് ഷേക്കാട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആപ്പിളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി. നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. വിരുന്നുകാരൊക്കെ വരുമ്പോഴൊക്കെ കൊടുക്കാൻ നല്ലൊരു ഡ്രിങ്ക്സ് ആട്ടോ ഇത്. ഞാനത് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടതാണ്. അങ്ങനെ നമ്മളെ ചാനലൊന്ന് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് കണ്ടേ ആ ബെല്ലൈക്കനൊക്കെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ടില്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇപ്പം ഞാനിത് അടിച്ചങ്ങാണ്ട് ഗ്ലാസ് പാരുന്നതാണ് ഇട്ടിരിക്കുന്നത്. നമുക്കിന്ന് എല്ലാതും ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ ആപ്പിൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 ആപ്പിളാട്ടോ എടുത്തുക്കണത്. ഇതിപ്പോൾ ചെറിയ ആപ്പിൾ ആവുകൊണ്ടാണ് 4 എടുത്തത്. വലുതാണെങ്കിൽ 2 മതി കേട്ടോ. ഇപ്പോൾ ചെറിയ ആപ്പിൾ ആവുകൊണ്ട് ഞാൻ എത്തിയിട്ട് 3 ഗ്ലാസ് മിൽക്ക് ഷേക്ക് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയട്ടെ നമുക്ക്. എനിക്കാണെങ്കിൽ ഇതിൻ്റെ തൊലി മറ്റേ ഈ ചെത്തുന്ന സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ചെത്താൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെത്തണം കേട്ടോ. തൊലി പിന്നെ അധികം കളയേണ്ടെന്ന് ആവശ്യമില്ല, കുറച്ചൊക്കെ കളഞ്ഞാൽ മതിയല്ലോ ആപ്പിളിൻ്റെ തൊലി. ഞാൻ ഈ ആപ്പിൾ നല്ലോണം കഴുകിട്ടോ, 3-4 വട്ടം കഴുകി. എന്താ വെച്ചാൽ നമ്മൾ അവിടെ ഇവിടെയും കടയിൽ കൂടെയൊക്കെ ഇട്ട് കൊണ്ടുവരണല്ലേ. അപ്പോൾ നമ്മൾ തോലി എത്തുന്നതിലേക്ക് നല്ലോണം ഒന്ന് കഴുകണം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ ആ 4 ആപ്പിളും ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കുരുകളൊക്കെ ഒന്ന് മാറ്റാം. അങ്ങനെ കുരുകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം.
അങ്ങനെ നമ്മുടെ ആപ്പിളൊക്കെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മിക്സിയിൽ അരയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ അതൊക്കെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ഇതിൽ പാല് ഫ്രിഡ്ജിൽ കാച്ചിയത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തണുത്ത പാലുകൊണ്ടാണ് അടിക്കുന്നത്. നിങ്ങൾക്ക് തണുപ്പ് പറ്റാത്തല്ല നിങ്ങൾ നോർമൽ വാട്ടർ കൊണ്ടും അടിച്ചോളൂ കേട്ടോ. ആപ്പിൾ കൊണ്ട് പലവിധം ജ്യൂസ് ഉണ്ടാക്കും, പാലില്ലാതെ ജ്യൂസ് ഉണ്ടാക്കും. ഇതിപ്പോൾ മിൽക്ക് ഷേക്ക് ആട്ടോ ഉണ്ടാക്കിക്കണത്. പാലിട്ടിട്ട് അടിച്ചുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. പാലില്ലാതെ ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പാലില്ലാതെ ഉണ്ടാക്കി എൻ്റെ ചാനലുണ്ടാവും. ജ്യൂസിൻ്റെ വീഡിയോ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്തൊന്നല്ല, കുറച്ച് ആദ്യം ഇട്ടതാണ്. അങ്ങനെ അതൊക്കെ ചെറുതായി അരിഞ്ഞിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒക്കെ ഒന്ന് കഴുകി നേരാക്കി അതിക്കില്ല പാലും പഞ്ചസാരയൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അല്ല, മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഒക്കെ അതിക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആപ്പിളിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിക്ക് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പാകത്തിന് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര കേട്ടോ. 3 ഗ്ലാസ്സിക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ഇടുമ്പോൾ നല്ല കറക്റ്റാട്ടോ. ഒരു പാകത്തെ മധുരമായിരിക്കും. അധികം മധുരം, കുത്തണ മധുരം ഉണ്ടാവില്ല, എന്നാൽ മധുരം ഉണ്ടാവും ചെയ്യും. ഒരു 3/4 ഗ്ലാസ് പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താട്ടോ അതായിക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം പാൽ ഒഴിച്ചാൽ രസം ഉണ്ടാവില്ല. ഒരു പാകത്തിന് പാല്, പിന്നെ കുറച്ച് നോർമൽ വാട്ടർ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ആദ്യം നമ്മൾ ഈ പാലിൽ കുറച്ച് പാലിലുണ്ട് അടിച്ചെടുക്കട്ടോ. വല്ലാതെ വെള്ളം ഒഴിച്ചാൽ അടിയില്ല. അത് നമ്മൾ ഈ പാലിൽ മാത്രം ഈ പഞ്ചസാരയും പാലും ഇട്ടിട്ട് നന്നായി അടിച്ചെടുക്കട്ടോ. അങ്ങനെ ആപ്പിളൊക്കെ അപ്പം നല്ലോണം അടിഞ്ഞ് കിട്ടും. വെള്ളം അധികം ആകുമ്പോൾ ഇത് കടന്നിട്ട് ഇങ്ങനെ കളിക്കുക കളപ്പോൾ അത് അടിഞ്ഞിട്ടില്ല. അങ്ങനെ നമുക്ക് അതൊക്കെ അടിച്ചിട്ട് പിന്നെ നോർമൽ വാട്ടറും ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ജ്യൂസൊക്കെ നന്നായി അടിച്ച് കിട്ടുന്നുണ്ട്. നല്ലോണം അടിച്ചണം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലോണം അരഞ്ഞ് റെഡിയാണ്. നമ്മൾ ജ്യൂസ് കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അവർ നല്ലോണം അടിക്കുമല്ലോ. ആ അടിക്കലുമേണ് നല്ലോണം അലിഞ്ഞ് ചേരണം, പതഞ്ഞ് വരണം. അപ്പോഴാണ് ആ ജ്യൂസിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ അതൊക്കെ അടിച്ച് നമ്മൾ ഏറ്റവും ടേസ്റ്റിയായ ആപ്പിൾ മിൽക്ക് ഷേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കട്ടോ. 3 ഗ്ലാസ് ഉണ്ട്, നമുക്ക് അതിലേക്ക് ഒഴിച്ചാം. നിങ്ങൾ ഐസിൻ്റെ കട്ട വേണമെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. ഇതിപ്പോൾ ആവശ്യത്തിന് തണുപ്പുണ്ടാവുകൊണ്ട് ഞാൻ ഐസും കട്ട ഇട്ട് കൊടുത്തിട്ടില്ല. തണുപ്പ് വേണമെന്നില്ല 2 കട്ടായിക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. വളരെ ടേസ്റ്റിയുമാണ്, വളരെ ഹെൽത്തിയുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുള്ളൂ. നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് ആപ്പിളും കുറച്ച് ഈത്തപ്പഴം കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് സെർവ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റാണ് ഈ ആപ്പിൾ ജ്യൂസ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. നിങ്ങൾ ആപ്പിളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി.